ഹൈ ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ അതിൽ വേജ് പേയ്മെന്റ് സിസ്റ്റം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ടൈം റേറ്റ് സിസ്റ്റം പഠിച്ചു, പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് വരെ നമ്മൾ പഠിച്ചു നിർത്തി. അപ്പോൾ അതിലെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എക്സാമ്പിൾസ് നോക്കി അല്ലേ, സാമ്പിൾ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ നോക്കി. ഇനി ഇതേ രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ അടുത്ത ഒരു മെത്തേഡും കൂടെ നമുക്കൊന്ന് പഠിക്കാം. അതിൽ ഇൻസെന്റീവ് പ്ലാൻ അല്ലെങ്കിൽ പ്രീമിയം ബോണസ് സിസ്റ്റം, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ. ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന എന്താണ് ചില ബെനഫിറ്റ്സ് ആണ് അല്ലേ. മോണിറ്ററി ആവാം, അത് നോൺ മോണിറ്ററി ആവാം. എന്ത് തന്നെയാണെങ്കിലും ഈ പറഞ്ഞ ഇൻസെന്റീവ് കൊടുക്കുമ്പോൾ അത് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നമുക്കൊരു ബെനഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അത് എന്ത് ചെയ്യും? പ്രൊഡക്ടിവിറ്റി. ഇൻസെന്റീവ്സ് ഓഫർ ചെയ്യുമ്പോൾ ലേബേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ ബെനഫിറ്റ് എംപ്ലോയറും എംപ്ലോയി രണ്ടുപേരും ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൂടുതൽ എന്താ പറയുന്നത്, ഇൻസെന്റീവ്സ് കിട്ടും, പ്ലസ് അയാൾക്ക് സാലറി വേജിൽ ഇൻക്രിമെന്റ് ഉണ്ടാവും, ബോണസ് കിട്ടും. എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മറ്റു തരത്തിലുള്ള അയാളുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താ, എംപ്ലോയറെ സംബന്ധിച്ച് എന്താ, പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് പറ്റും അല്ലേ. അങ്ങനെ കുറെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട്, കൂടുതൽ ലേബേഴ്സ് കൂടുതൽ ഇഫക്റ്റീവായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഗുണം ആർക്കും കൂടെ കിട്ടും? എംപ്ലോയർക്കും കൂടെ കിട്ടും. അപ്പൊ എന്തായാലും ഇൻസെന്റീവ് അല്ലെങ്കിൽ പ്രീമിയം ബോണസ് സിസ്റ്റത്തില് വർക്കർ, ഒരു ജോലിക്കാരന് അയാൾക്ക് ടൈം വേജ് അനുസരിച്ചിട്ട് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ബേസിക് വേജ് കിട്ടും, ടൈം വേജ് കിട്ടും, ബേസിക് ടൈം വേജ് കിട്ടും. അതുകൂടാതെ തന്നെ എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എക്സ്ട്രാ എഫേർട്ടിന് ഒരു ബോണസ് അഡീഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഇൻസെന്റീവ് പ്ലാൻ അല്ലെങ്കിൽ പ്രീമിയം ബോണസ് സിസ്റ്റത്തിൽ പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഈ പ്ലാൻ എന്ന് പറയുന്നത് എംപ്ലോയിക്കും എംപ്ലോയർക്കും രണ്ടുപേർക്കും ഗുണം ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രീമിയം ബോണസ് സ്കീമില് നമുക്ക് ഹാൽസെ പ്രീമിയം ബോണസ് സിസ്റ്റവും റോവൻ പ്രീമിയം ബോണസ് സിസ്റ്റവും നമുക്ക് പഠിക്കാം. ഒരെണ്ണം കൂടെ ഉണ്ട്, ഹാൽസെ വെയർ പ്രീമിയം ബോണസ് സിസ്റ്റം. അത് നമുക്ക് വിടാം. ഇതിന്റെ തന്നെ ഏകദേശം സെയിം തന്നെയാണ്. അപ്പൊ ഹാൽസെ പ്രീമിയം ബോണസ് സിസ്റ്റം, അപ്പോൾ ഈ ഒരു പ്ലാൻ അനുസരിച്ച് സ്റ്റാൻഡേർഡ് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, പെർഫോം ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ടൈം എന്ത് ചെയ്തിട്ടുണ്ടാവും? സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ? അതുപോലെ തന്നെ അയാള് എത്ര സമയമെടുത്തിട്ടാണോ ഒരു ജോലി ചെയ്ത് തീർക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് എന്ത് കൊടുക്കും? നമ്മള് റെമ്യൂണറേഷൻ കൊടുക്കും. അതുകൂടാതെ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു 2 മണിക്കൂറിനുള്ളിൽ ചെയ്ത് 2 മണിക്കൂർ ഒരു ജോലി ചെയ്യാൻ 2 മണിക്കൂർ എന്ന് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു. പക്ഷെ അയാൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ ആ സ്റ്റാൻഡേർഡ് ജോലി ചെയ്ത് തീർത്തു എന്നുണ്ടെങ്കിൽ അവിടെ 1 മണിക്കൂർ അയാൾ സേവ് ചെയ്തു. അപ്പൊ ആ സേവ് ചെയ്ത സമയത്തിന് നമ്മൾ എന്തു കൊടുക്കും? ഒരു ബോണസും കൂടെ കൊടുക്കും. ഹീസ് ഗിവൺ എ ബോണസ് ഫോർ ദ ടൈം സേവ്ഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സമയം വളരെ കുറച്ച്, എത്ര സമയം സേവ് ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബോണസും കൂടെ കൊടുക്കും. അപ്പൊ ബോണസ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഹാൽസെ പ്രീമിയം ബോണസ് സിസ്റ്റത്തില് സമയം എത്ര സേവ് ചെയ്തു, ടൈം സേവ്ഡിന്റെ 50% ആയിരിക്കും നമ്മൾ ബോണസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു സിസ്റ്റം അനുസരിച്ച് ഒരു സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ വർക്കർക്ക് അയാൾ എത്ര സമയമാണോ എടുത്തത് ആ ജോലി ചെയ്യാൻ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ടൈം റേറ്റ് അനുസരിച്ചിട്ട് ഏർണിങ്സ് കിട്ടും. പ്ലസ് അതിന്റെ കൂടെ എത്ര സമയമാണോ സേവ് ചെയ്തത്, പറഞ്ഞ സമയത്തിനും നേരത്തെ
നേരത്തെ അയാൾ ജോലി തീർത്തു എന്നുണ്ടെങ്കിൽ ആ സേവ് ചെയ്ത സമയത്തിന്റെ 50% ബോണസും കിട്ടും. അതാണ് ഈ ഒരു പ്ലാനിൽ പറയുന്നത്. അപ്പൊ ഇവിടെ ഏണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ്. ഇത് അയാൾക്ക് കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള റെമ്യൂണറേഷൻ ആണ്. ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പ്ലസ് നമ്മൾ ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ്, എത്ര സമയമാണോ സേവ് ചെയ്തത് അതിനെ റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ 50% കൂടെ ആർക്ക് കിട്ടും? വർക്കറിന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പ്ലസ് 50/100 ഇൻറ്റു ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ് ഇങ്ങനെ എഴുതുന്നതിന് പകരമായിട്ട് ടൈം ടേക്കൺ അത് ടി ഇൻറ്റു റേറ്റ് ടി ഇൻറ്റു ആർ പ്ലസ് ഹാഫ്. 50/100 എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലേ? ഹാഫ് ഇൻറ്റു ടൈം സേവ്ഡ് ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ്. ഈ ഒരു ഫോർമുലയായിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ടൈം സേവ്ഡ് എങ്ങനെ കണ്ടുപിടിക്കും? ടൈം സേവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം, നമ്മൾ സെറ്റ് ചെയ്ത സമയം മൈനസ് ആ ഒരു വർക്കർ എടുത്ത ആക്ച്വൽ സമയം, ഇതാണ് ടൈം സേവ്ഡ്. അപ്പോൾ ഹെൽത്ത് പ്രീമിയം പ്ലാൻ അനുസരിച്ച് എങ്ങനെയാണ് നമുക്ക് ഏർണിങ്സ് കണ്ടുപിടിക്കുന്നത്? ടി ഇൻറ്റു ആർ പ്ലസ് ഹാഫ് ഓഫ് ടി എസ് ഇൻറ്റു റേറ്റ്. ക്ലിയർ ആയോ? ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടൈം ടേക്കൺ ബൈ എ വർക്കർ ഫോർ കംപ്ലീറ്റിംഗ് എ ജോബ് ഈസ് 40 hours. ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത സമയം 40 മണിക്കൂറാണ്. ടൈം അലൗഡ് ഫോർ കംപ്ലീഷൻ ഈസ്, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത സമയം എന്ന് പറയുന്നത് 50 hours ആണ്. ടൈം റേറ്റ് 1 അവറിന് 100 രൂപ വെച്ചിട്ട് കിട്ടും. കാൽക്കുലേറ്റ് ദ ഏർണിങ്സ് ഓഫ് ദി വർക്കർ, വർക്കറിന്റെ ഏർണിങ്സ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കറിയാം ഇത് ഹാസ് എ പ്രീമിയം ബോണസ് പ്ലാൻ അനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇതില് സ്റ്റാൻഡേർഡ് എത്രയാ? 50 മണിക്കൂറാ അല്ലെ? അതുപോലെ തന്നെ 40 hours ആണ് ആക്ച്വൽ ടൈം എടുത്തത്. അപ്പൊ നമ്മൾ അതൊക്കെ എടുത്ത് എഴുതണം. സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ 50 hours ആണ്, ആക്ച്വൽ ടൈം എന്ന് പറയുന്നത് 40 hours ആണ്. അപ്പൊ ടൈം സേവ്ഡ് എത്രയാ? 50 - 40 10 hours സേവ് ചെയ്തു. അതിനു മുന്നേ നമുക്ക് ഇവിടെ നമ്മുടെ ആ ഒരു ഏർണിങ്സിന്റെ ഫോർമുല ഒന്ന് എഴുതാം. ടി ഇൻറ്റു ആർ പ്ലസ് ഹാഫ് ഓഫ് ടി എസ് ഇൻറ്റു റേറ്റ്. അപ്പോൾ നമുക്കിവിടെ നമ്മള് എന്താണ് ആ ഫോർമുല ഒന്ന് എടുത്ത് എഴുതി അല്ലെ? അപ്പൊ അതിൽ ടി എന്താ? ആക്ച്വലി എടുത്ത സമയം. ആക്ച്വലി എത്ര സമയം എടുത്തു ഈ വർക്കർ? 40 മണിക്കൂറാണ് എടുത്തത്. 40 ഇൻറ്റു 1 അവറിന് എത്രയാ റേറ്റ്? പെർ അവറിന് ഇവിടെ ടൈം റേറ്റ് 100 രൂപയാണ്, 100 പെർ അവർ ആണ്. അപ്പോ 40 ഇൻറ്റു 100 പ്ലസ് ഹാഫ് ഓഫ് എന്താ? ടൈം സേവ്ഡ് ആണ്. നമ്മൾ ഇപ്പോൾ ടൈം സേവ്ഡ് കണ്ടുപിടിച്ചു. എത്രയാ? 10 hours അല്ലേ? 10 hours അല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്? അപ്പോ ഹാഫ് ഓഫ് എന്ന് എഴുതാം, അല്ലെ 50/100 എന്ന് എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇൻറ്റു 10 ടൈം സേവ്ഡ് ഇൻറ്റു എത്രയാ? റേറ്റ് 100. ഇവിടെ റേറ്റ് ഇതെല്ലാം അങ്ങനെ വെറുതെ അങ്ങോട്ട് എടുത്തെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ വലിയ എന്താ പറയാ തല പൊകിക്കേണ്ട ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ 4000 പ്ലസ് 40 ഇൻറ്റു 100 4000 പ്ലസ് ഹാഫ് ഓഫ് 10 ഇൻറ്റു 100 1000. 1000ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാ? 500. അപ്പോൾ 4000 പ്ലസ് 500 എത്ര ആൻസർ വരുന്നത്? 4500 ആണ് ഏർണിങ്സ് കിട്ടുന്നത്. വർക്കറിന്റെ ഏർണിങ്സ് ഹാൽസെ പ്രീമിയം ബോണസ് സിസ്റ്റം അനുസരിച്ച് എത്രയാണ്? 4500 ആണ്. വളരെ സിമ്പിൾ ആണ് അല്ലേ? ക്ലിയർ ആയോ? അപ്പോ അടുത്തത് റോവൻ സിസ്റ്റം ആണ്. ഈ റോവൻ സിസ്റ്റവും ഇതേപോലെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം എന്നുള്ളത്, നമ്മൾ റോവൻ സിസ്റ്റത്തിലും നമ്മൾ ആക്ച്വലി ആ വർക്കർ എത്ര സമയം വർക്ക് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ഒരു ടൈം വേജ് കിട്ടും. അതായത് ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് എന്ന് പറഞ്ഞിട്ട് വേജ് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ബോണസ് കൊടുക്കും. ടൈം സേവ്ഡിന് ബോണസ് കൊടുക്കും. ഈ ബോണസ് എന്ന് പറയുന്നത് ഈ വേജ്, അതായത് ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ്, അയാളുടെ ടൈം വേജിന്റെ ഒരു പ്രത്യേക അനുപാതത്തിലാണ്. ടൈം വേജ് എത്രയാണോ അതിനെ ടൈം സേവ്ഡ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം
ടൈമിന്റെ അനുപാതത്തിലായിരിക്കും, ആ ഒരു പ്രൊപ്പോർഷണൽ ബേസിലായിരിക്കും എന്ത് കൊടുക്കുന്നത്, ബോണസ് കൊടുക്കുന്നത്. അപ്പോൾ 50% ബോണസ് അങ്ങനെ ഒരു രീതിയല്ല. ടൈം സേവ്ഡിന്റെ 50 ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ്, അതിന്റെ 50% എന്നായിരുന്നു കഴിഞ്ഞ നമ്മുടെ ഹാൽസെ പ്രീമിയം ബോണസ് പ്ലാനിൽ നമ്മൾ പഠിച്ചത്. പക്ഷെ ഇവിടെ ടൈം സ്റ്റാൻഡേർഡ് സമയം എത്രയാണ് നമ്മൾ അനുവദിച്ചത്, അതിൽ എത്ര സമയമാണ് സേവ് ചെയ്തത് എന്നുള്ളതിന്റെ അനുപാതം ഈ പ്രൊപ്പോർഷൻ ഇതിന്റെ ബേസിൽ നമ്മുടെ വേജ്, നമ്മുടെ ആക്ച്വൽ വേജ്, ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ്, അതായത് നമ്മളുടെ ടൈം വേജിനെ ഈ ഒരു പ്രൊപ്പോർഷന്റെ ബേസിൽ എന്ത് ചെയ്യും, വീതിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്, ബോണസ് ആയിട്ട് കൊടുക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈമും ഇവിടെ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതിന്റെ ഫോർമുല എങ്ങനെ വരും, ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പ്ലസ് ടൈം സേവ്ഡ് ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം. നേരത്തെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നതില്ലായിരുന്നു, ടൈം ടേക്കൺ ഇൻറ്റു റേറ്റും ഇല്ലായിരുന്നു, ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ്, ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ് അതിന്റെ 50% എന്നായിരുന്നു. പക്ഷെ ഇവിടെ ടൈം വേജ് അനുസരിച്ചിട്ടുള്ള വേജിന്റെ ഒരു പ്രത്യേക അനുപാതം, അതായത് ഏത് രീതിയിലാണ്, സ്റ്റാൻഡേർഡ് ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം, ഇതെന്താണോ ഇതായിരിക്കും നമ്മൾ ടൈം വേജിനെ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? The bonus payable is that proportion of the wages of time taken. കണ്ടോ, ടൈം ടേക്കൺ അതായത് ഈ വേജ് ആണ് ഇവർ പറയുന്നത്, പ്രൊപ്പോർഷൻ ഓഫ് ദി വേജസ് ഓഫ് ടൈം ടേക്കൺ, അതായത് നമ്മൾ ആക്ച്വലി എത്ര സമയം വർക്ക് ചെയ്തു, നമുക്ക് അതിന് എന്ത് വേജ് കിട്ടി, പെർ അവറിന് എത്ര റേറ്റ് കിട്ടിയോ ആ തുകയുടെ ഒരു പ്രൊപ്പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആ പ്രൊപ്പോർഷന് ഇവിടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ടൈം സേവ്ഡ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ട്? അല്ലാതെ 50%, 30% അങ്ങനെയല്ല. ടൈം സേവ്ഡ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ്, ഇതാണ് ഫോർമുല ഇവിടെ പ്ലസിന് ശേഷം വരുന്നത്. ഇത് ഇത്രയും നേരം ഞാൻ പറയാൻ കാരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർമുല മറന്നുപോകും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ടൈമും ടൈം സേവ്ഡും തമ്മിലുള്ള ഒരു അനുപാതം, ഒരു പ്രൊപ്പോർഷൻ നമ്മൾ കണ്ടുപിടിക്കുകയും ആ പ്രൊപ്പോർഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടൈം വേജിനെ എന്ത് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യും. അതാണ് ഇവിടെ ബോണസ് ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഫോർമുല ഇങ്ങനെ വന്നത്, ടി ഇൻറ്റു ആർ പ്ലസ് ടി എസ് ഇൻറ്റു ടി ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ എസ് എന്ന് പറഞ്ഞ് വന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റാൻഡേർഡ് ടൈം അലൗഡ് ഫോർ എ വർക്കർ ഈസ് 48 hours. 48 hours ആണ് സ്റ്റാൻഡേർഡ് ടൈം. എ വർക്കർ ടേക്സ് 40 hours. 40 hours ആണ് എടുത്തത്. ഫോർ കംപ്ലീറ്റിംഗ് ജോബ് ടൈം റേറ്റ് ഈസ് ₹100 per hour. കാൽക്കുലേറ്റ് ഏർണിംഗ്സ് ഓഫ് ദി വർക്കർ അണ്ടർ റോവൻ പ്ലാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം റോവൻ പ്ലാന്റെ ഫോർമുല നമുക്ക് എടുത്തെഴുതാം. ഏർണിങ്സ് എന്തായിരുന്നു ഫോർമുല? നിങ്ങൾ എഴുതുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഫോർമുല എങ്ങനെ കിട്ടി, എന്താണ് ഓരോന്നും എന്നറിഞ്ഞാൽ മാത്രമേ നമ്മുടെ മനസ്സിലിരിക്കുള്ളൂ കേട്ടോ. അപ്പൊ ടൈം ടേക്കൺ ടി ഇൻറ്റു ആർ, റേറ്റ്, ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പ്ലസ് ടൈം സേവ്ഡ് ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം. ഇതാണല്ലോ ഫോർമുല. അപ്പോൾ ടൈം ടേക്കൺ എത്രയാ? 40 hours ആണ്. 40 ഇൻറ്റു റേറ്റ് എത്രയാണ്? 100 per hour. 100 പ്ലസ് ടൈം സേവ്ഡ്. ടൈം സേവ്ഡ് എത്രയാ? സ്റ്റാൻഡേർഡ് 48 hours ആയിരുന്നു സെറ്റ് ചെയ്തത്, വർക്കർ എടുത്തത് 40 hours. അപ്പൊ എത്ര ടൈം സേവ്ഡ്? 8 hours ആണ്. അപ്പോൾ 8 ഇൻറ്റു ടൈം ടേക്കൺ എത്രയാണ്? 40 ഇൻറ്റു റേറ്റ് 100 ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം എത്രയാ? 48. ജസ്റ്റ് എല്ലാം എടുത്തെഴുതി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊന്ന്
ചെയ്ത 40 into 100 4000 പ്ലസ് ഇത് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32,000 ഡിവൈഡ് ബൈ 48. അപ്പോൾ ഇത് വെട്ടി ചെറുതാക്കുമ്പോൾ 667 കിട്ടും. 4000 പ്ലസ് 667 4667 ആണ് റോവൻ പ്ലാൻ അനുസരിച്ചിട്ട് ഏണിങ്സ് വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഹാൽസയുടെ പ്ലാനും റോവന്റെ പ്ലാനും രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. From the following particulars relating to a job, calculate earnings under Halsey and Rowan schemes. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 10 hours ആണ്. സ്റ്റാൻഡേർഡ് ടൈം 10 hours. ടൈം ടേക്കൺ 8 hours. നമ്മൾ എടുത്ത സമയം 8 hours ആണ്. അപ്പോൾ ടൈം റേറ്റ് ₹200 per hour ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹാൽസയുടെ പ്രീമിയം ബോണസ് പ്ലാൻ അനുസരിച്ചിട്ട് നമുക്ക് ഫോർമുല എന്താ വരുന്നത്? ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പ്ലസ് ഹാഫ് ഓഫ് ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ്. എല്ലാം ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മതി അല്ലേ? ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പ്ലസ് ഹാഫ് ഓഫ് ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ്. അപ്പോൾ ടൈം ടേക്കൺ 8 hours ആണ്, റേറ്റ് 200 ആണ്, പ്ലസ് ടൈം സേവ്ഡ് ഹാഫ് എഴുതി. ടൈം സേവ്ഡ് 10 ആണ് സ്റ്റാൻഡേർഡ് ടൈം, 8 ആണ് ടൈം ടേക്കൺ. അപ്പോൾ ടൈം സേവ്ഡ് 2 hours ആണ്. 2 into 100. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 8 into 2 1600 പ്ലസ് ഹാഫ് ഓഫ് 400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200. അപ്പോൾ 1600 പ്ലസ് 200 എന്ന് പറഞ്ഞാൽ 1800. ഹാൽസയുടെ പ്ലാൻ അനുസരിച്ച് 1800 ആണ് ഏണിങ്സ് വരുന്നത്. ഇനി റോവന്റെ കേസിൽ എന്താ നമ്മുടെ ഫോർമുല വരുന്നത്? ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പ്ലസ് ടൈം സേവ്ഡ് ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം. അപ്പോൾ ടൈം ടേക്കൺ അതുപോലെ 8 into 200 പ്ലസ് ടൈം സേവ്ഡ് 2 into ടൈം ടേക്കൺ 8 into റേറ്റ് 200 ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം 10. ഇത് ചെയ്ത് കഴിയുമ്പോൾ 8 into 200 1600 പ്ലസ് ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 320. അപ്പോൾ 1600 പ്ലസ് 320 1920 1920. അപ്പോൾ ഇവർ തമ്മിലുള്ള പ്ലാന്റെ ഒരു ഡിഫറൻസ് കണ്ടോ? ഇവിടെ 1800 1920. അപ്പോൾ 120 റുപ്പീസിന്റെ ഒരു ഡിഫറൻസ് രണ്ട് രീതി ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ഇന്ന് പഠിപ്പിച്ച എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്